സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 24ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 23 ക്ലാസ്സുകൾ കൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം വരെ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, വായിച്ച് ചിന്തിക്കുന്നത് 6-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ. 6-ാം അധ്യായത്തിന് 1 മുതൽ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി പ്രാരംഭത്തിൽ വായിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലാക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. കർത്താവ് പ്രവൃത്തികൾ ചെയ്ത് താൻ യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് യെരുശലേമിൽ നിന്ന് യൂദാദേശത്തിന് കർത്താവ് തിബരിയാസ് എന്ന ഗലീലാക്കടലിന് തിബരിയാസ് കടൽ എന്നും പേര് അർത്ഥമുണ്ട്. ആ ഗലീലാക്കടലിന് അപ്പുറമായിട്ട് കർത്താവ് അക്കരയ്ക്ക് പോയി. അത് മടങ്ങി വരുന്നവരുടെ ബന്ധത്തിൽ തിരിച്ചു വരുമ്പോൾ കവർന്നഭൂമിയിലേക്കായതുകൊണ്ട്, കവർന്നഭൂമിയിൽ അവിടെ നേരെ തിരിച്ച് വരുന്നത് കവർന്നഭൂമിയിലേക്ക് ആയതുകൊണ്ട് ബെത്സൈദ എന്ന പട്ടണത്തിലേക്കാണ് യേശു ചെന്നതെന്നാണ് നമുക്ക് ചരിത്രപരമായിട്ടുള്ള രീതിയിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഏത് സ്ഥലത്തേക്കാണ് യേശു പോയത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ 6-ാം അധ്യായം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് 59-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ കവർന്നഭൂമിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ ചെന്നപ്പോൾ കവർന്നഭൂമിയിലെത്തിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കവർന്നഭൂമിയിലാണ് കർത്താവ് എത്തിച്ചേർന്നത്. അപ്പോൾ അതിൻ്റെ കവർന്നഭൂമിയിലേക്ക് കർത്താവ് എത്തിയെങ്കിൽ അവിടുന്ന് നേരെ തിരിച്ചുള്ള സ്ഥലം നോക്കാൻ സാധിക്കുന്ന ഗലീലക്കരയുള്ള ബെത്സൈദ എന്ന പട്ടണമാണ്. അപ്പോൾ അവിടേക്കാണ് കർത്താവ്, ബെത്സൈദയുടെ പട്ടണത്തിൻ്റെ പ്രത്യേകത, ബെത്സൈദ നിന്നാണ് ഗലീലക്കടൽ പുറത്തുനിന്നാണ് കർത്താവ് പത്രോസിൻ്റെ സഹോദരനായിരിക്കുന്ന അന്ത്രയോസിനെയും, ഫിലിപ്പോസും ആ ദേശക്കാരനാണ് പത്രോസും, 3 പ്രധാന ശിഷ്യന്മാർ ബെത്സൈദ എന്ന ദേശക്കാരാകുന്നുവെന്ന് നമ്മൾ ഇതിനോടകം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ കവർന്നഭൂമിയിലേക്ക് ആണ് ബെത്സൈദയിൽ നിന്ന് അവർ തിരികെ പോകുന്നത്. ബെത്സൈദയിൽ നിന്ന് തിരികെ പോകുന്നത് 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്. കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലക്കരെ കവർന്നഭൂമിയിലേക്ക് യേശു യാത്രയായി. കവർന്നഭൂമിയിലേക്ക് അവർ യാത്രയായി. അപ്പോൾ ഈ തിബരിയാസ് കടൽ കഴിഞ്ഞ് ഗലീലക്കടലിൽ നിന്ന് യേശു എത്തിയത് ബെത്സൈദ എന്ന ആ സ്ഥലത്തേക്കായിരുന്നു എന്നാണ് നമുക്ക് ഈ ചരിത്രത്തെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ടൊരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ പെസഹ പെരുന്നാൾ അടുക്കുന്ന, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അവർ ആചരിക്കുന്നത് വർഷത്തിൻ്റെ പ്രാരംഭ മാസമായിരിക്കുന്ന ആബീബ് മാസത്തിലാണ് പെസഹ പെരുന്നാൾ. അപ്പോൾ ഇത് യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് നമുക്ക് കർത്താവ് 2ാമത്തെ ശുശ്രൂഷയത്തിന് ശേഷമായി 2ാമത്തെ പെസഹ പെരുന്നാൾ ബന്ധത്തിലുള്ള കാര്യമാണ്. 2-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് അതിൻ്റെ 1ാമത്തെ പെസഹ പെരുന്നാളിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു പെസഹ പെരുന്നാളിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമായിട്ട് 2-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് യഹൂദന്മാരുടെ പെസഹ സമയമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. 2-ാം അധ്യായം 13-ാം വാക്യം. അപ്പോൾ 2ാമത്തെ വർഷം അഥവാ ശുശ്രൂഷ ചെയ്ത ശേഷം 2ാമത്തെ ആ പെസഹയോടുള്ള ബന്ധത്തിൽ ഉള്ള ആബീബ് മാസം ആണ് സമയം. അതിനുകൊണ്ടാണ് അവിടെ സമയമെടുത്ത് പെസഹ പെരുന്നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലെ 4ാമത്തെ അത്ഭുതമാണ് തുറന്ന കർത്താവ് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. എന്നാലും പേരെടുത്ത് പറയുന്ന 4ാമത്തെ അത്ഭുതം, 1-ാമത് കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്.
രണ്ടാമത് രാജ്യപുരത്തിൻ്റെ ശതാധിപൻ്റെ കൃത്തിനെ സൗഖ്യമാക്കിയത്. മൂന്നാമത്തത് ബസേദ കുളക്കരയിൽ കിടന്ന 38 വർഷം സംവത്സരമായിട്ട് കിടന്നിരുന്ന പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയത്. നാലാമത്തെ അടയാളമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതിനോടകം നിരവധി അത്ഭുത അടയാളങ്ങൾ ചെയ്തിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു വലിയൊരു പുരുഷാരം അവിടെ കർത്താവ് അനേക കടന്നു വരികയും അവരെ സൗഖ്യമാക്കി ചെയ്തു. പക്ഷേ അത് കോമണായിട്ട് പൊതുവായിട്ട് ചെയ്തിരിക്കും. എന്നാൽ എടുത്തു പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതത്തിലേക്കാണ് ഈ സന്ദർഭം ഇവിടെ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നും താൻ അറിഞ്ഞത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷകരും എഴുതിയിരിക്കുന്ന ഒരു യേശു ചെയ്തൊരു അടയാളമാണ് 5 അപ്പം കൊണ്ട് 2 മീൻ കൊണ്ടും 5000 പേരെ പോഷിപ്പിക്കുന്നത് 4 സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് ചെയ്ത സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് കർത്താവിലൂടെ ചെയ്യുന്നത്. ഇത് നമുക്ക് പരിചിതമായിരിക്കുന്ന ഭാഗമാണ്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മാത്രമല്ല, സൺഡേ സ്കൂൾ പഠിതാക്കളാകുന്ന ചെറുകുഞ്ഞുങ്ങൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേരെ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ളൊരു ദൈവവചനമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ അവർക്ക് പാതിയും അപ്പം കൊടുത്ത് അവരെ തൃപ്തരാക്കുന്നത്. ഇപ്പം യേശുവിൻ്റെ അടുക്കൽ വലിയൊരു പുരുഷാരം വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഫിലിപ്പോസിനോട് ചോദിച്ചത്? ഫിലിപ്പോസ് ബേത്സയിദക്കാരനാണ്, ആ ദേശക്കാരനാണ്. അതുകൊണ്ടാണ് അവനോട് ചോദിച്ചത്, ഈ ദേശത്ത് ഉള്ളവനാണ് നീ, ഇവിടെ നിനക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് എന്താണ് നീ ഇത്രയും വലിയ പുരുഷാരത്തിന് എങ്ങനെയാണ് ഇവരെ തൃപ്തിപ്പെടുത്താൻ ആഹാരം കൊടുക്കുന്നത് ചോദിച്ചു. കർത്താവ് നേരത്തെ തന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. കാരണം താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. കർത്താവ് നേരത്തെ മുന്നമേ അറിഞ്ഞിരുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന കർത്താവ് അവനെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ ആ ദേശക്കാരനാണ്, പരിചയമുള്ളവനാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം അവൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്നറിയാൻ വേണ്ടിയാണ് കർത്താവിനോട് ചോദിച്ചത്, ഇത് എന്താണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്കിയുള്ള 3 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ അങ്ങോട്ട് വന്ന് പറഞ്ഞ് ആഹാരം കൊടുക്കണമെന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു താരതമ്യ പഠനം നടത്തുന്നില്ല. ഈ ഇതിനോടുള്ള ബന്ധത്തിലാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഇവിടെ കർത്താവ് എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാരിൽ ഫിലിപ്പോസിനോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ആ സ്ഥലവുമായിട്ട് പരിചിതനാണ്. ഫിലിപ്പോസ് ബേത്സയിദ പട്ടണക്കാരനാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിച്ചത്, നീ എന്ത് ചെയ്യും, എന്താണ് നമുക്ക് പരിഹാരം എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അവനതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിനപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞിവിടെ നമ്മുടെ കൈവശമുള്ള പണം 200 പണമാണുള്ളത്. അപ്പം അത് വെച്ച് വാങ്ങിച്ചാൽ എല്ലായിടത്തും പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് അല്പാൽപമായിട്ട് കൊടുത്താൽ പോലും ഇവർക്ക് തികയത്തില്ല, അത് മതിയാകുകയില്ല എന്നവൻ പറഞ്ഞു. അവൻ്റെ ഇന്നെഫിഷ്യൻസി അല്ലെങ്കിൽ ബലഹീനത അവനവിടെ സമ്മതിക്കുകയാണ്. കർത്താവ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം
നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്താണെന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കും. എന്ത് ചെയ്യാൻ സാധിക്കും? ഏത് വിഷയത്തിലും ദൈവം ആ ഒരു ഭാവത്തിലാണ് നമ്മോട് ഇടപെടുന്നത്. എന്ത് നിനക്ക് ചെയ്യാൻ കഴിയും? അപ്പോൾ അവിടെ ഉള്ളത് അവനങ്ങ് സമ്മതിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പരിചയമായ കാര്യമനുസരിച്ച് ഇവിടെ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് ഏകദേശം 200 പണം എടുത്ത് പോയി വാങ്ങിച്ചാൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിയത്തില്ല. വേണമെങ്കിൽ നമുക്കിത് 200 രൂപ പണം ഉണ്ടാക്കി പോയി ആഹാരം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതെങ്ങും ആർക്കും ആകത്തില്ല. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള രീതിയിലും ഇതിനെ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ബന്ധത്തിലും താൻ പറഞ്ഞത് അത് സാധിക്കത്തില്ല. താൻ അവിടെ തൻ്റെ ബലഹീനത സംഭവിക്കാനിടയാത്തത്. ഈ പരീക്ഷിക്കുക എന്നുള്ളത് പറയുമ്പോൾ അതിനെ ഇറ്റ്സ് നോട്ട് എ ടെംപ്റ്റേഷൻ, ഇറ്റ്സ് എ ട്രയൽ. ഈ ട്രയലും ടെംപ്റ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ. നമുക്കറിയാം, ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ ട്രയൽ റൗണ്ടുണ്ടോ? ട്രയൽ അത് അവിടെ കഴിവ് പരിശോധിക്കാൻ വേണ്ടിയാണ് ട്രയൽ കൊടുക്കുന്നത്. അപ്പോൾ ദൈവം ഒരിക്കലും ആരെയും ടെംപ്റ്റ് ചെയ്യത്തില്ല, പ്രലോഭിപ്പിക്കത്തില്ല. ഇവിടെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ പോവുകയെന്ന് ഒരു അത്ഭുതം കണ്ടു. ദൈവം അവിടെ ആരെയും പ്രലോഭിപ്പിച്ചില്ല. ആകാൻ തരാമെന്നും പറഞ്ഞ് പ്രലോഭനത്തിലല്ല. ദൈവം അവിടെ ചെയ്ത് ട്രയലാണ്. ട്രയലും ടെംപ്റ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതേക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദൈവത്താൽ വരുന്ന ട്രയൽ അല്ലെങ്കിൽ പരീക്ഷ? എന്നാൽ സാത്താൻ ഒരിക്കലും ചെയ്യുന്നത് അവൻ നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ദോഷങ്ങൾ കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ട്രയൽ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ബിൽഡപ്പ് ചെയ്യും. അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് ട്രയൽ നമുക്ക് വരുന്നത്. അത് കഷ്ടതയാകട്ടെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, എന്താണെങ്കിലും ദൈവത്താൽ വരുന്നതൊക്കെ നമ്മുടെ വിശ്വാസം പോലെ നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്നതാണ് ട്രയൽ. നമുക്കറിയാം, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് പല ട്രയൽസ് ഉണ്ട്. പലവിധമായ ദൈവം നമ്മളെ അബ്രഹാമിനെ പരീക്ഷിച്ചത്, ദൈവം ചെയ്തത് ദോഷങ്ങൾ കൊണ്ടല്ല ദൈവനെ പരീക്ഷിച്ചത്. ദോഷങ്ങൾ കൊണ്ട് ദോഷങ്ങളാൽ താൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്നതെല്ലാം തൻ്റെ മക്കളോട് ചെയ്യുന്നത് ഒരിക്കലും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. പരീക്ഷ ഇടുന്നത് എങ്ങനെയെങ്കിലും കുട്ടികളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, അവരെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പരീക്ഷ ഇടുന്നത്. ആ പരീക്ഷയാണ് ഇവിടെ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ. അപ്പം ഈ പീലിപ്പോസിനെ പരീക്ഷിച്ചപ്പോൾ ദൈവം പീലിപ്പോസിനെ അവനെ കൊച്ചാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീ കഴിവില്ലാത്തവനാടാ എന്നാക്കാൻ വേണ്ടിയല്ല ദൈവനെ അവിടെ പരീക്ഷിച്ചത്. ദൈവം അവൻ്റെ ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ള, എന്ത് ചെയ്യാം എന്നുള്ളത് അവനെ വെളിപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ദൈവനോട് കൊടുക്കാനായിട്ട്. അതിൻ്റെ അർത്ഥം കർത്താവ് എപ്പോഴും ചെയ്യുമ്പോൾ, ഏതറിയാൾ അത്ഭുതം ചെയ്യുമ്പോഴും അത് താൻ ചെയ്യുന്നതിനോട് ബന്ധമായിട്ട് അതിനോടനുബന്ധമായി കൂടെ നിൽക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കർത്താവ് അവലംബിച്ച് വന്നിരുന്നത്. ദൈവത്തോടു കൂടെ ഉള്ള ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ അവരെ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ അവരെ ഉൾപ്പെടുത്തി ആണ് ദൈവം അവരോട് സംസാരിച്ചിരുന്നത്, ചെയ്തിരുന്നത്. അപ്പോൾ ഈ പീലിപ്പോസിനെ പരീക്ഷിച്ചെന്ന് പറയുമ്പോൾ ഒരിക്കലും അവനെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവനെ പഠിപ്പിക്കുവാൻ, ആശ്രയിപ്പാൻ വേണ്ടിയുള്ള ഒരു ട്രയലായിരുന്നു ദൈവനോട് ചെയ്തത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതാ ദൈവം ചെയ്തത്. അബ്രഹാമിനോട് ദൈവം പരീക്ഷിച്ചത് ദോഷമായിട്ടൊന്നും ചെയ്യാനല്ല അവനെ ചെയ്തത്. 3 ദിവസം അവൻ നടക്കുമ്പോൾ അവൻ ട്രയൽ ചെയ്യുകയാണ്. അവൻ ഓരോ ദിവസവും നടക്കും തോറും അവൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്, കുറഞ്ഞു പോയില്ല. അതുകൊണ്ടാണ് മോറിയ മലയിൽ എത്താനിടത്തുന്നത്. അപ്പോൾ അവനത് ജയിപ്പാൻ സാധിച്ചു. ദൈവം കൊടുത്ത ആ പരീക്ഷ അവൻ ജയിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ വിശ്വാസത്താൽ ജയിപ്പാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഇവിടെ എന്നാൽ സാത്താൻ ചെയ്യുന്നത്, അവനിങ്ങനെ നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, അവൻ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ് സാത്താൻ അവൻ ടെംപ്റ്റ് ചെയ്യുന്നത്, അവൻ പ്രലോഭിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ. അതിനെ ടെംപ്റ്റേഷൻ എന്ന് പറയും. യേശുവിനെ സാത്താൻ പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ യേശുവിനെ ഏത് വിധത്തിലും നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങളാണ് അവൻ അവിടെ ഉപയോഗിച്ചത്. അതാണ് അവിടെ വ്യത്യാസം. അപ്പം ദൈവം ഒരിക്കലും
നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല വരുന്നത്. അത് വരുന്ന ആ പരീക്ഷകൾ, ആ ട്രയൽസ് എല്ലാം നമ്മൾ ജയിക്കുവാനും നമ്മളെ ബിൽഡപ്പ് ചെയ്യാനും വേണ്ടിയുള്ള, നമുക്ക് ആത്മീയ വർധനവിനും വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ വേണ്ടിയുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. അത് നല്ല ദാനങ്ങളാണ്. ഉയരത്തിൽ നിന്ന് വരുന്നതെല്ലാം നല്ല ദാനങ്ങളാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചം കൊണ്ട് പിതാവിൽ നിന്ന് ഇറങ്ങി വരും. ഈ പരീക്ഷയുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ പരീക്ഷ നയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവനും പ്രാപിക്കും. ദൈവം അനുവദിച്ചു കൊടുക്കുന്ന പരീക്ഷകൾ, ട്രയൽസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളെ ബിൽഡപ്പ് ചെയ്യും. അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ജയിക്കാൻ വേണ്ടിയാണ്. നമ്മളത് ജയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ട്രയൽസാണ് വരുന്നത്. നമുക്കറിയാം, ഒരു നല്ലൊരു ഓട്ടത്തിന് പോകണമെങ്കിൽ പലവിധമായിരിക്കുന്ന ട്രയൽ പങ്കെടുക്കണം. ട്രയൽസ് കാണും. അങ്ങനെയാണ് അതിലേക്ക് എത്തുവാൻ, പൂർണ്ണ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഈ പരീക്ഷകൾ അല്ലെങ്കിൽ ട്രയൽസൊക്കെ നമ്മെ ദൈവം അനുവദിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നാം അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഫൈനലിലേക്ക് എത്തണം. അതായത് കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്ന വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമ്പോൾ കിരീടം പ്രാപിക്കാൻ വേണ്ടി ദൈവം നമുക്കിങ്ങനെ നൽകും. അപ്പം ഇയ്യോബിനെ സാത്താനാണ് പരീക്ഷിച്ചത്. ദൈവം സാത്താൻ്റെ കൈ വിട്ടുകൊടുത്തു. ദോഷങ്ങൾ അവന് ഒരുപാട് ദോഷം. എന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം ഇയ്യോബ് ഒരിക്കലും ടെംപ്റ്റഡ് അല്ല. ഇയ്യോബ് കഷ്ടങ്ങൾ സഹിച്ചു. അവൻ കഷ്ടം സഹിച്ചത് സാത്താൻ അവനെ പരീക്ഷിച്ചു. സാത്താൻ അവനെ കഷ്ടങ്ങൾ വരുത്തിയത് മുഴുവൻ സാത്താൻ്റെ പ്രവൃത്തികളായിരുന്നു. അവനെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തത്, അവൻ നശിപ്പിക്കാനുള്ള പദ്ധതികളാണ് ചെയ്തത്. കാരണം അവനെ പ്രലോഭിപ്പിച്ചാൽ അവൻ വീഴത്തില്ല എന്നറിഞ്ഞപ്പോൾ കഷ്ടം കെട്ടുകൊടുത്തു. അപ്പോൾ സാത്താൻ അറിയാം എങ്ങനെ ഒരു മനുഷ്യനെ പരാജയപ്പെടുന്ന നശിപ്പിക്കണമെന്നുള്ളത്. ഒന്നെങ്കിലും പ്രലോഭനത്തിലൂടെ, അല്ലെങ്കിൽ അവൻ അയക്കുന്ന കഷ്ടതകളിലൂടെ, ദോഷങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ആദ്യമായി ഏതെങ്കിലും സംഭവിച്ചത് ടെംപ്റ്റേഷനായിരുന്നു. അപ്പോൾ ആദ്യം പാപം ചെയ്തത് ഹവ്വയാണ് ആദ്യം പാപം ചെയ്തത്. ആദം ഒരിക്കലും പ്രലോഭനത്തിൽ വീണ് പോകത്തില്ലായിരുന്നു. അപ്പോൾ ആ സാത്താൻ്റെ പ്രലോഭനത്തിൽ 3 കാര്യങ്ങളാണുള്ളത്. 1 മോഹം, 2 പാപം, 3 മരണം. അപ്പോൾ ഏതെങ്കിലും ഒരു ടെംപ്റ്റേഷൻ വന്നാൽ അന്നേരം അത് പാപത്തിലേക്ക് വീഴുന്നില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ മോഹം ജനിക്കാറുണ്ട്. പക്ഷേ ആ മോഹം ഒരിക്കലും പാപത്തിലേക്കും, പാപം മുഴുത്ത മരണത്തിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ ഉള്ള ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നാം കീഴ്പ്പെടുത്തണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നമുക്ക് അതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതിലൂടെയാണ് വരുന്നത്. അപ്പം ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുത്താനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ പറഞ്ഞു, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് സാത്താൻ പ്രലോഭനമായി നൽകി. അപ്പം ഹവ്വയെ ആ ഏദൻ തോട്ടത്തിലുള്ള അറിവിൻ്റെ വൃക്ഷഫലം കാണിച്ച് എന്ത് ചെയ്തു? മോഹം ജനിപ്പിച്ച് അത് കൊള്ളാമെന്നുള്ള ചിന്തയിലേക്ക് അവളെ പാപത്തിൽ അടിമപ്പെടുത്തി അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന അവളെന്ത് ചെയ്തു? മരണത്തിൽപ്പെടുവാനിടയെത്തുന്നു. അതാണ് മോഹം, പാപം, മരണം. ഇതാണ് സാത്താൻ്റെ വശീകരണത്തിലൂടെ മനുഷ്യനെ അടിമപ്പെടുത്തി കളയുന്നത്. ഇങ്ങനെ നമ്മളൊക്കെ വീണുപോയവരായിരുന്നു. നിത്യമരണത്തെ അടിപ്പെട്ട പല മോഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് പാപമായി പരിണമിച്ച് മരണത്തിൽ അടിമപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം വന്നപ്പോഴാണ് നമുക്ക് ആ മരണത്തെ വിട്ട് ഈ ജഡത്തിൻ്റെ മോഹങ്ങളിൽ, ലോകമോഹങ്ങളെയൊക്കെ വിട്ട് വേർതിരിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി വേർതിരിയപ്പെട്ടത് ദൈവത്തിൻ്റെ ശുദ്ധവെള്ളമാകുന്ന വചനം നമ്മൾ ക്രിയപ്പെടാം. അപ്പം അതുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല നമ്മളാരും പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പം ഏത് പാപത്തിൻ്റെ പിമ്പിലും ഒരു മോഹമുണ്ട്. ആ മോഹം വർദ്ധിച്ചിട്ടാണ് പാപം ചെയ്തപ്പം ചെറുപ്രായത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിവിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിനും മരണത്തിനും ഇടയായിത്തീരും. അത് ലോകത്ത് ജനിച്ച മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യനും പാപത്തിനകത്തിരും. അത് ആദ്യമേ മനുഷ്യർ പാപത്തടിമപ്പെട്ടതുകൊണ്ട്, അവർ മോഹത്തിലും പാപത്തിലും മരണത്തിലും അടിമപ്പെട്ടതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇങ്ങനെ
സ്വന്തം മുഖങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് മരണത്തടിവപ്പെട്ട് പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല നമ്മളാരും പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ള എല്ലാ ചിന്തകളെയും മാറ്റി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചാണ് വീണ്ടും ജനനം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരത്തുനിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്തിനുള്ള ആസ്വാദനമോ ഇല്ല. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം താൽക്കാലികമാണ്. മോഹങ്ങളും വശീകരണങ്ങളും പ്രലോഭനങ്ങളും സദാങ്ങളും എല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുകയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും. അപ്പോൾ എല്ലാ നല്ല ദാനവും തികഞ്ഞവരും ഈ സാത്താൻ പ്രലോഭിപ്പിക്കുന്ന സ്ഥാന മാന ബഹുമതികൾ സമ്പത്തുകൾ ഇതെല്ലാം താൽക്കാലികങ്ങളാ ഭൗമികങ്ങളാ. അതല്ല, അതിനെല്ലാം നാം കാത്തിരിക്കേണ്ടത് നല്ല ദാനത്തിന് വേണ്ടി തികഞ്ഞ വരത്തിന് വേണ്ടി നാം പ്രാപിക്കണം. അതായത് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നത് അവന് മാറ്റമില്ലാത്തവനാണ്, വികാരത്താൽ ആസ്വാദനം വരുന്നവരല്ല, ഗതിഭേദം വരുന്നവരല്ല, അവൻ മാറ്റമില്ലാത്തവനാണെന്നാണ് യാക്കോബ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ് ട്രയലും എന്താണ് ടെംപ്റ്റേഷൻ എന്നുള്ള വ്യത്യാസം മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ, ട്രയൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ വരുന്ന ട്രയലുകൾ അത് പരീക്ഷയാണ്. അത് നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ ഫർദർ വിശ്വാസത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അനുഗ്രഹത്തിന് വേണ്ടി ജയാളിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഹിതത്താലുള്ള ദോഷങ്ങളല്ലാത്ത പരീക്ഷകൾ വരുന്നത് അതിന് വേണ്ടിയാണ്. എന്നാൽ സാത്താൻ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന മുഴുവനും പ്രലോഭനങ്ങളാണ്. അതിൻ്റെ പിമ്പിൽ അവൻ്റെ പദ്ധതികൾ ഏത് വിധത്തിലും ഒരുവനെ നശിപ്പിച്ച് കളയണം എന്നുള്ളതാണ്. വിശ്വാസത്തോട് ബന്ധത്തിൽ പ്രലോഭനങ്ങളിൽ വീഴത്തില്ല എന്ന് കാണുമ്പോൾ അവൻ ദോഷങ്ങൾ കൊണ്ട് കഷ്ടങ്ങളിട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് യോന്റെ ജീവിതത്തിലുണ്ടായത്. ഇതാണ് ഇവിടെ ഈ പരീക്ഷയുള്ള ബന്ധത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ദൈവാര്യം പരീക്ഷിക്കുന്നില്ല അനുഭവിക്കുമ്പോൾ ഇവിടെ ഫിലിപ്പോസിനെ പരീക്ഷിച്ചില്ലേ, അതുപോലെ തന്നെ അബ്രഹാമിനെ പരീക്ഷിച്ചില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. അപ്പം യാക്കോബിൻ്റെ ലേഖനം വായിക്കുന്നവർക്ക് അത് വായിച്ചിട്ടതൊക്കെ വായിക്കുമ്പോൾ സംശയങ്ങളുണ്ടാകാം. അപ്പോൾ അതെന്താണെന്നുള്ളത് വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് ഉള്ള വ്യത്യാസം എന്താണെന്ന് ഇവിടെ എടുത്ത് ഒത്തിരി പാടിയാത്തത്. അപ്പോൾ ദൈവം ഇവിടെ ഒരിക്കലും ഈ ഫിലിപ്പോസിനെ ദൈവം ടെംപ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, പ്രലോഭിക്കുകയല്ല ചെയ്തത്. ദൈവം അവിടെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവൻ്റെ ഉള്ളിലുള്ള ആശയം എന്താണെന്ന് ദൈവം കണ്ടെത്തുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞതാണ്, എൻ്റെ പരിചയത്തിൽ നിന്ന്, ഞാൻ ഈ പരിചയമുള്ള സ്ഥലമാണ് ബെത്സൈദ എന്നുള്ള സ്ഥലം. ഇവിടെ 200 വെള്ളിക്കാശിൻ്റെ കയ്യിൽ നമുക്ക് ആവശ്യം ഉണ്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. യുവതരകരാണ് പണം സഞ്ചരിക്കുന്നത്, അവൻ്റെ അത്രയും കാണും. അപ്പോൾ ആ പണം കൊണ്ടുപോയി നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സമ്പാദ്യം കൊണ്ട് തികയാത്ത കാര്യമാണ്, അത് നടക്കാത്ത കാര്യമാണ്, അത് അസംഭവമാണ്, അത് സാധിക്കത്തില്ല എന്ന് അവനവൻ്റെ ബലഹീനത ദൈവസന്നിധിയിൽ സമ്മതിപ്പാൻ കഴിയാത്തത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. കഥാൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അവർ പ്രായോഗികമായിട്ട് അവർ ചിന്തിക്കുകയും അവരുടേതായിട്ടുള്ള ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരുമായിരുന്നു. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്നതായിരിക്കണം. നമ്മുടെ ആശയങ്ങൾ, ഹൃദയത്തിനകത്തുള്ള ആശയങ്ങൾ മറച്ചു വെച്ചല്ല ഇപ്പോൾ ഫിലിപ്പോസ് സംസാരിച്ചത്. ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ ഇവിടുത്തുകാരനാണ്, എനിക്കറിയാവുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഈ സമ്പത്ത് കൊണ്ടും ആഹാരം വാങ്ങിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് നടക്കത്തില്ലെന്നൊന്നും ഫിലിപ്പോസോട് പറഞ്ഞില്ല. അതാണ് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി, ഇത് തികയത്തില്ല, മതിയാകത്തില്ല, അല്ലെങ്കിൽ അത് ഈ തികയാൻ സാധിക്കത്തില്ല എന്നുള്ള അവൻ്റെ ബലഹീനതയെ അവനോട് സമ്മതിപ്പാട്ടിടയാത്തുന്നത്. ആ സമയത്താണ് രണ്ടാമതായിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ചേർത്തു. അപ്പം യേശു ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ, ഈ അവിടുത്തുകാരനായിരിക്കുന്ന അന്ത്രയോസ് ഉണ്ട്. പത്രോസ് അവിടെ പറയുന്നില്ല, അന്ത്രയോസ് അവിടെ സംസാരിക്കുക. അപ്പം അന്ത്രയോസ് പറഞ്ഞു, ഇങ്ങനെ പോയി
ഫിലിപ്പോസ് പറഞ്ഞ കാര്യം ഞാൻ കേട്ടു, പക്ഷേ അത് സാധ്യമല്ല. എന്നാൽ ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിവിടെ കണ്ടിരിക്കുന്നതിൽ ഇത്രയും പേര് വന്നതിൻ്റെ അകത്ത് ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇത്ര പേർക്കത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതിൽ മനസ്സിലാക്കിയതിൽ 5 യവത്തപ്പവും 2 മീനും ഒരു ബാലകൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അവൻ പറഞ്ഞു. ഈ ബാലകൻ വന്നത് ഒറ്റയ്ക്കാണോ, അവൻ്റെ കുടുംബത്തിൽ എല്ലാവരുമായിട്ടാണോ വന്നത്, അതോ ഇവൻ പോയപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ അവന് വേണ്ടി കഴിക്കാൻ വേണ്ടി കൊടുത്തുവിട്ട 5 യവത്തപ്പവും 2 മീനും ആണോ എന്ന് നമുക്കറിയാം. എന്തായാലും ഈ 5 യവത്തപ്പവും 2 മീനും ഇവൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ എത്തിക്കുക എന്നുള്ള ദൗത്യം അന്ത്രയോസ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ഒരു ചിന്തയായി മാറി. നമുക്കറിയാം, ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം ഭക്ഷണം എന്നുള്ളത് വലിയ കാര്യമാണ്. ഭക്ഷണം നന്നായിരിക്കണം. ഈ ഞാൻ പറഞ്ഞല്ലോ, 3 കാര്യങ്ങളാണ് ഒരു ജീവിതത്തിൻ്റെ ഭൗമിക ജീവിതത്തിന് ഏറ്റവും ആരോഗ്യപരമായൊരു ജീവിതം വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം, നല്ല ഉറക്കം വേണം, നല്ല വ്യായാമം വേണം. ഈ 3 കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു വ്യക്തി ഫിസിക്കലി അവൻ നന്നായിട്ട് ശാരീരികമായിട്ടുള്ള നല്ലൊരു ജീവിതം നയിപ്പാൻ, ഭൂമി ജീവിപ്പാൻ സാധിക്കും. ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഉറക്കം സമയത്ത് കിട്ടണം, നല്ല എക്സർസൈസ്, നല്ല വ്യായാമം കൂടി ചെയ്താൽ പൊതുവെ ജീവിതശൈലി രോഗങ്ങളോ മറ്റ് പോഷകാംശമില്ലായ്മകളോ വരത്തില്ല. ഉറക്കം കൂടെ ക്ലിയർ ആകാമെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണുള്ളത്. അതാണ് ഭൗമിക ജീവിതത്തോട് ബന്ധത്തിൽ നല്ല ഭക്ഷണവും നല്ല ആഹാരവും നല്ല ഉറക്കവും നല്ല വ്യായാമവും എക്സർസൈസും കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ സാധാരണമായിരിക്കുന്ന ഒരു ജീവിതം നയിച്ചു പോകാൻ, ആരോഗ്യപരമായൊരു ജീവിതം നയിപ്പായിട്ട് കഴിയും. എന്നാൽ വിശ്വാസിയുടെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യപരമായിരിക്കുന്ന ജീവിതത്തിന് പ്രധാനമായിരിക്കുന്നത് 3 ഘടകങ്ങളാണ്. അത് 1, വചനം. നല്ല വചനം അവനാവശ്യമാണ്. 2, നല്ല പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. 3, നല്ല ആരാധന ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായിരിക്കുന്നത് നല്ല വചനം കേൾവി, നല്ല വചന പഠനം ഉണ്ടായിരിക്കണം. 2, നല്ലൊരു പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരിക്കണം. 3, അവൻ നല്ലൊരു ആരാധന ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഈ 3 കൂടെ ചേരാമെങ്കിൽ ആത്മീയത്തിൽ നമുക്ക് ആരോഗ്യമുള്ളവരായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 6 കൂട്ടം കാര്യങ്ങൾ ലോകത്തിൽ നമുക്ക് ലഭിക്കാമെങ്കിൽ നമ്മൾ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് അത് ദൈവം തടകാമെന്ന് പറയുന്നത്. നല്ല ഭക്ഷണം, നല്ല ഉറക്കം. നമുക്കറിയാം, ദൈവം വായിക്കുമ്പോഴുള്ള കാണുമ്പോൾ കർത്താവ് ഞാൻ നിങ്ങൾക്ക് മേത്രമായ ഗോതമ്പോടെ ഞാൻ നിങ്ങളെ പോഷിപ്പിക്കാമെന്നാണ് സാറിനോട് ദൈവം പറഞ്ഞത്. പിന്നെ നല്ല ഉറക്കം തരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവം പറഞ്ഞിട്ട് മടിയന്മാരായിട്ടിരിക്കരുത്, വേല ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തിരുന്നത്. അവർക്കവിടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ സാഹചര്യവും ദൈവം കൊടുത്തിരുന്നു, ആരോഗ്യപരമായ കൊടുത്തിരുന്നു. അപ്പോൾ അതോടൊപ്പം വിശ്വാസമായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവകൃപയാൽ നമുക്ക് ദിവസങ്ങളിൽ നല്ല വചനവും നല്ല പ്രാർത്ഥനയും നല്ല ആരാധനയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തു ജീവിതം, നമ്മുടെ ജീവനും ഭക്തിക്ക് ആവശ്യമായതൊക്കെ നമുക്കതിൽ ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഘട്ടത്തിൽ അന്ത്രയോസ് പറയുകയാണ്, നമുക്കിവിടെ ഉള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പം ഇവൻ്റെ കൈവശമുള്ള 5 യവത്തപ്പവും 2 മീനും കൈവശമുണ്ട്. അത് അവൻ്റെ അമ്മ അവന് കൊടുത്തു വിട്ടതാണ്. വേണ്ട ആഹാരം കഴിക്കണം. അപ്പം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയതാണ്. ആ മീറ്റിങ്ങിന് പോകുമ്പോൾ അവൻ തളർന്നു പോകരുത്. അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള അറിയത്തില്ല. ഒരു പക്ഷേ ഞാൻ എല്ലാവരും കൂടിയാണോ വന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഈ ബാലകൻ്റെ കൈവശം സ്വർഗം കരുതിയിരുന്നു. അവിടെ വരുന്നവരുടെ വിശപ്പ് തീർക്കാനുള്ളതെല്ലാം കരുതിയിരുന്നു. ഇത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണ ത്വരത അല്ലെങ്കിൽ ചിന്താഗതി അന്ത്രയോസുണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്പോസോട് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞത് 200 കാശുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചാൽ തികയത്തില്ല. അന്ത്രയോസ് പറഞ്ഞു, അങ്ങനെ 200 വെള്ളിക്കാശ് കൊണ്ട് വാങ്ങിച്ച് ഒന്നും തികയത്തില്ലെങ്കിലും അതുപോലെ തന്നെയാണല്ലോ ഈ 5 അപ്പവും 2 മീനും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പം അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും
എന്നുള്ളൊരു ചിന്ത അവൻ്റെ മണ്ഡലത്തിലുണ്ടായി. ഈ അഞ്ചപ്പം കൊണ്ട്, കാരണം യേശു ചെയ്ത അടയാളങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളത്. കർത്താവ് കനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയതും പല അടയാളങ്ങൾ അത്ഭുതം ചെയ്തതൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ഈ അന്ത്രയോസിന് മനസ്സിലായി, യേശുവിൻ്റെ കയ്യിൽ ഇത് കിട്ടിയാൽ, ഈ 5 അപ്പവും 2 മീനും കിട്ടിയാൽ നിശ്ചയമായിട്ടും ആ കൽത്തൊട്ടിയിലെ വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിഞ്ഞവന് ഈ അപ്പത്തെയും മീനെയും വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നതിൻ്റെ കൈവശം എന്തുള്ളതെന്നുള്ളത്, നമുക്കിന്നത് ഉണ്ട് എന്നുള്ളത് അവൻ്റെ പക്കൽ ഏൽപ്പിക്കണം. അവൻ്റെ പക്കൽ 5 യവത്തവും 2 മീനുമുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 യവത്തപ്പവും ഉണ്ട് എന്ന് പറയാൻ കഴിയാത്തത്. എങ്കിലും ഇത്ര പേർക്കത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം 2 പേരും പറയുമ്പോൾ നെഗറ്റീവല്ല പറഞ്ഞത്, പക്ഷേ ഇത്രയും കൊണ്ട് നമുക്കത് ആകത്തില്ല. സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്പത്തുണ്ട്, അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഉണ്ട്, മീനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്തില്ല, ഇത്രയും പേർക്കത് തികയത്തില്ല. പണമുണ്ട്, അതുപോലെ തന്നെ അപ്പമുണ്ട്, മീനുമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ വലിയൊരു കാര്യത്തെ അഭിമുഖീകരിക്കുവാൻ നമ്മുടെ കയ്യിലുള്ളത് പോരാ. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? നമുക്കും പണമുണ്ടോ ചോദിച്ചാൽ പണമുണ്ട്, നമുക്കും അപ്പവും ആഹാരമുണ്ടോ ചോദിച്ചാൽ ആഹാരമുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് മതി. എന്നാൽ നമ്മുടെ കണക്കൂട്ടിൽ അപ്പുറമായിട്ട് ഒരാവശ്യകത വന്നാൽ നമ്മളുടെ ബലഹീനരായിത്തീരും. അപ്പോൾ അവിടെയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് അതിനെയാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്കൊരു 2 പേരൊക്കെ വന്നാൽ, വിരുന്നുകാർ വന്നാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. ഒരു 50 പേര് ഒരുമിച്ച് അറിയാതെ വന്നു കഴിഞ്ഞാൽ കണ്ണ് കടിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരിക്കുന്ന അപ്പം കൊണ്ടോ അല്ല ഇരിക്കുന്ന ചോറ് കൊണ്ടോ ഒന്നും നമുക്കത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഇവിടെ ഈ രീതിയാണ് ഇവർ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇല്ലായ്മകളെ ഉള്ളതുപോലെ ആക്കുവാനും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാനും ദൈവത്തിന് വർദ്ധിപ്പിക്കുവാനും കഴിവുള്ള സർവശക്തനായ വചനമാം ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ളത്. അവന് സാധ്യമായിട്ടൊന്നുമുള്ള കാര്യമല്ല, അവന് സാധ്യമായിട്ടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും, എന്തുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ കർത്താവ് അത് മതി. നിൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ, വർദ്ധിപ്പിക്കുവാൻ എനിക്ക് കഴിയും, ഞാനത് ചെയ്തുകൊള്ളാം. അതാണ് ദൈവം മുന്നമേ കരുതിയത്. അപ്പോൾ ഈ ഫിലിപ്പോസിൻ്റെ അഭിപ്രായവും അതുപോലെ അന്ത്രയോസിൻ്റെ അഭിപ്രായവും നിരാകരിച്ച് കളഞ്ഞില്ല, തള്ളിക്കളഞ്ഞില്ല. ഫിലിപ്പോസ് പറഞ്ഞു നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല. ഫിലിപ്പോസ് അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടിട്ട് ഉടൻ തന്നെ അന്ത്രയോസ് പറഞ്ഞു, ഇതാണ് ഇങ്ങനെ 200 പണത്തിന് പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് അല്പാൽപ്പമേ ഉള്ളൂ എങ്കിൽ അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ ഒരു ബാലകൻ്റെ 5 അപ്പവും 2 മീനും ഉണ്ട്, അത്രയുമുണ്ട്. ഈ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് ചിലത് കുറേശ്ശെ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ ഇരിക്കുന്ന അപ്പവും മീനും, അത് കൊടുക്കാൻ അതുണ്ടല്ലോ എന്നുള്ള ഒരു കണക്കൂട്ടി ഇവിടെ പറഞ്ഞത്. രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഫിലിപ്പോസ് പറഞ്ഞ രീതിയിൽ പോയി വാങ്ങിച്ചിട്ട് അല്പാൽപമായി കൊടുക്കുന്നതും 5 അപ്പവും 2 മീനും ഉള്ളത് അത് ഉള്ളവർക്കെങ്കിലും കുറേശ്ശെ കൊടുക്കുന്നതും അത് നോക്കുമ്പോൾ രണ്ടും ഒരേ രീതിയിലുള്ള അഭിപ്രായമാക്കുന്നത്. കർത്താവ് 2 പേരുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ആളുകളെ ഇരുത്തുവീൻ എന്ന് പറഞ്ഞു എന്ന് യേശു പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ 2 പേര് പറഞ്ഞതിൽ ഈ അപ്പം പോയി വാങ്ങിക്കൊണ്ട് വരുന്നതിനേക്കാൾ അന്ത്രയോസ് പറഞ്ഞ കാര്യത്തോട് ദൈവം പറഞ്ഞു അതാണിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ആ ബാലകൻ കൊണ്ടുവന്നിരിക്കുന്ന അപ്പം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ യേശു പറഞ്ഞു. അപ്പോൾ എങ്കിലും എത്രയൊക്കെ എന്തുള്ളൂ എന്ന് പറഞ്ഞു, ആളുകളെ ഇരുത്തുവീണെന്ന് യേശു പറഞ്ഞു. ഞാൻ വിചാരിക്കുന്ന ബാലകനെ ആ കൊച്ചിനെ അന്ത്രയോസ് വിളിച്ചുകൊണ്ട് യേശു മുമ്പിൽ കൂടി നിർത്തി. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ ഒരു പടം കണ്ട് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ഞാൻ വിശ്വാസമൊന്നുമല്ല.
ഇങ്ങനത്തെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്തിൽ ഈ ഈ ബാലകൻ 5 അപ്പവും 2 മീനും കൊണ്ട് യേശുവിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ വല്ലാതെ എൻ്റെ ശ്രദ്ധ അതിൽ പതിവാനിടയാത്ത വന്നു. ആ ബാലകൻ അവൻ കൊണ്ടുവന്ന 5 അപ്പവും 2 മീനും അവനുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ദൈവം അത് വലിയൊരു വർദ്ധനവിലേക്ക് നയിക്കുവാനിടയാത്ത വിനയാദിനായി ഈ കുഞ്ഞ് പയ്യൻ ദൈവസനിൽ അപ്പവും 2 മീനുമായിട്ട് നിൽക്കുക. അവനറിയത്തില്ല എന്താണ് അവൻ കൊണ്ടുവന്ന അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് അവിടെ ചെയ്യാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന അല്പം മതി അനേകരെ തൃപ്തിയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി. ഇന്ന് രാത്രിയിലും കർത്താവ് സന്നിധിയിൽ നാം സമർപ്പിക്കണം. കർത്താവ്, ഇതാണ് എൻ്റെ കൈവശമുള്ളത്. നമുക്കറിയത്തില്ല ഇത് എന്തായിരിക്കും ദൈവം അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അവസാനം അറിയണമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. അത് മറ്റുള്ള കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ ദൈവം അത് ചെയ്തെടുക്കട്ടെ. അതാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നത്, നമുക്കുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുകയല്ല, യേശുവിൻ്റെ അടുക്കിലേക്ക് അത് കൊണ്ടുവരിക. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലൊക്കെ ചെയ്തു വരുന്നതാണ്. അവർക്കറിയാവുന്ന പാട്ടും അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള പത്തും ചൊല്ലിലും വചന കിസ്സും പരിപാടിയൊക്കെ അവരെ പഠിപ്പിക്കുന്നത്, കിസ് പ്രോഗ്രാമൊക്കെ പ്രസംഗ മത്സരമൊക്കെ പഠിപ്പിക്കുന്നത്, അവരത് ദൈവസനിലേക്ക് പ്രാർത്ഥനയോടെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിനെ ഉയർത്തി മാനിപ്പാടെ തെളിയും. നമുക്കതുപോലെ നമ്മുടെ ആവശ്യഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളെ ദൈവസനിൽ വെച്ചുകൊണ്ട് കർത്താവ്, ഇതാണ് ഈ പ്രശ്നം പരിഹരിപ്പാൻ ഇത് പോരാ എങ്കിലും അങ്ങേക്ക് സകലവും കഴിയും. ഞങ്ങൾ ബലഹീനരാ, ഞങ്ങളുടെ കൈവശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു നിലവാരത്തിൽ ആ ബാലകൻ കൊണ്ടുപോയി ഈ 5 അപ്പവും 2 മീനുമായി യേശുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിരിക്കുന്ന 5 അപ്പവും 2 മീനും എന്തായി തീരുമെന്നോ എന്തിനാണ് യേശു മുമ്പിൽ പോയി നിൽക്കുന്നതെന്നോ അവൻ അറിയത്തില്ല. എന്നാൽ കർത്താവ് അവനുള്ളതിനെ വർദ്ധിച്ചപ്പോൾ അത് കൊട്ടകൾ നിറയപ്പെടത്തക്കവണ്ണമുള്ള വർധനമായി മാറിയതുപോലെ നാം ദൈവസന്നിധിയിൽ നമുക്കുള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം അത് വർദ്ധിപ്പിച്ചു തരുവാനിടയാത്തരും. ഈ കഥ പറഞ്ഞു, അത് മതി, 5 അപ്പവും 2 മീനും ഇവിടെ കൊണ്ടുപോവാ, ഇത് എന്തുള്ളൂ എന്നുള്ള ആ ചോദ്യം ഞാൻ പരിഹരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി സന്ദേശത്തിലൂടെ ഇതെന്തുള്ളൂ എന്നുള്ള ചിന്തയോടെ പലപ്പോഴും നാം വിചാരിക്കും, എത്രയേ ഉള്ളൂ, എനിക്കിത്ര കഴിവേ ഉള്ളത്, എന്തുള്ളൂ എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിലാണ് എത്തുന്നെങ്കിൽ നാം എന്തുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് തികയത്തില്ല എന്നൊക്കെയുള്ള ചിന്തകൾക്ക് അതീതമായി ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളെ മാറ്റി അതിനെ സമൃദ്ധിയാക്കി മാറ്റുവാൻ കഴിവുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും അനുഭവം കൂടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതെന്തുള്ളൂ എന്ന് നാം വിചാരിച്ച പല കാര്യങ്ങളും അത് വർധനവിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് എത്രത്തോളം നമ്മളെ സഹായിച്ച് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ ബാലകൻ കൊടുത്ത അപ്പവും ആ 2 മീനും അവനൊരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇത് വലിയൊരു അടയാളമായി, അത്ഭുതമായി, ദൈവത്തിൻ്റെ കരങ്ങളിലെത്തുന്ന അപ്പമായി തീരുമെന്ന് അവൻ വിചാരിച്ചതല്ല. എന്നാൽ അത് എത്തിക്കഴിഞ്ഞപ്പോൾ അത് വലിയ അനുഗ്രഹമായി തീർന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് അനേകർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമ്മുടെ കഴിവുകളെ, നമുക്കുള്ളതിനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഈ തിരുവചന ചിന്തയിലൂടെ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന കഴിവുകൾ, അതുപോലെ നമുക്കെന്തിരിക്കുന്ന കഴിവുകൾ, നമുക്കുള്ളതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദിവസങ്ങൾ നമുക്ക് മാത്രമല്ല അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നല്ല ദാനങ്ങളാക്കി തികഞ്ഞപരമാക്കി മാറ്റുവാൻ കഴിയും എന്നുള്ളതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യേശു അവരോട് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, അവരെ ഇരുത്തുവിനെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നതാണ് ഡിസിപ്ലിൻ, അതൊരു മാന്യതയാണ്. പക്ഷേ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം നമുക്ക് ബുഫേ സിസ്റ്റം
ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളും ഫാമിലി കോൺവെർസ് നടത്തുമ്പം എല്ലാവരും ഇരുത്തി വിളമ്പി കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. ആഹാരം വാങ്ങിച്ചുകൊണ്ട് ഇരുന്ന് കഴിക്കും. ഇവിടെ ദൈവം ഇങ്ങനെ ചെയ്തത്, ഇവിടെ തിക്കും തിരക്കും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഒരുപാട് പേര് തിക്കും തിരക്കിലും പെട്ട് മരിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പല തീർത്ഥാടന സ്ഥലം പല സ്ഥലങ്ങളിലും ബാരിക്കേഡുകളും പോലീസും മറ്റുമെല്ലാം നിൽക്കുന്ന തിക്കും തിരക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തെ അറിയാം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്ത അവന് വേണമെന്നുള്ള അവന് സ്വന്തമാക്കാനുള്ള ആഗ്രഹം അവനുണ്ട്. അപ്പോൾ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്രമംകെട്ട രീതിയിലാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ദൈവന ശുശ്രൂഷയിലും ആരാധനയിലുമൊക്കെ എല്ലാ ക്രമം ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. എന്നാലോചിച്ച് നോക്കി, ഇവിടെ 5000 പുരുഷന്മാരുണ്ട്. അവരെ ആദ്യം തന്നെ അങ്ങ് ഇരുത്തി. അതുപോലെ തന്നെ നമുക്കാണ് ആരോഗ്യമുള്ളവരൊക്കെയാണ് ഇത് വിളമ്പാൻ അതോ കൊടുക്കാൻ ദൈവം തുടങ്ങുന്ന സമയത്ത് ഇവർ ഇരുത്തിയിട്ടല്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആകെ തിക്കും തിരക്കും ബഹളം ഉണ്ടാകും, ആകെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് കഥാ പറഞ്ഞവരെ ആദ്യം ഇരുത്താൻ പറഞ്ഞത്. നിലത്തിരുത്തി ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഈ പുരുഷന്മാർ ഇരുന്നപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം അവരോടൊപ്പം തന്നെ ഇരുന്നു. ആ ബത്സേദ എന്ന ഗലീല കടൽക്കരയുടെ അടുത്ത് യേശു ഇരുന്ന ഒരു ചെറിയ കുന്ന്, അവിടെ പർവ്വതമല്ല, ചെറിയൊരു മലയാണ്. അവിടെ കർത്താവ് ഇരുന്ന ശിശുമായിട്ടിരുന്ന് അവർ സ്വസ്ഥമായിട്ട് അല്പസം വിശ്രമിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്, വേറിട്ട് വന്നിരുന്ന സ്ഥലം. പക്ഷെ അവിടേക്ക് ആൾക്കാർ പാഞ്ഞെത്തി. അവർ വലിയ പുരുഷാരമായി കഴിഞ്ഞപ്പോൾ അവരെ കണ്ട് കർത്താവ് മനസ്സരിഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കാനുള്ള ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, യേശുവും ഒരു ബാലകനും 5 അപ്പവും 2 മീനും. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവരെ നിലത്ത് അവിടെ പന്തിയായിട്ടിരുത്തിയിരിക്കുക. എല്ലാവരും അക്ഷമരായിട്ടിരിക്കുമ്പോൾ കർത്താവ് അപ്പത്തെ അവരെല്ലാം ഇരുന്ന ശേഷമാണ് യാത്ര. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി. എന്തിനാ അവർ ഇരുന്നവർക്കെന്നവർക്കറിയത്തില്ല. യേശുവരോട് പറഞ്ഞു, ഇരുന്നോ, നിങ്ങളെ അവരിരുത്താൻ പറഞ്ഞു. ആരും ഒന്നും തിരിച്ചു ചോദിച്ചില്ല. എന്തിനാ ഞങ്ങൾ ഇരിക്കുന്നു ചോദിച്ചില്ല. കാരണം യേശുവിൻ്റെ അടുക്കൽ വന്നതാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനം കേട്ടതാണെങ്കിൽ അവിടെ അനുസരണം ഉണ്ടായിരിക്കും. അവർ ചോദിച്ചില്ല, ഞങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്. ആകെ അവിടെ കാണാൻ സാധിക്കുന്ന 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. അപ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് അനുസരണമുണ്ട്. ദൈവവചനം വ്യാപരിക്കുന്നിടത്ത് അവിടെ അനുസരണവും അവിടെ വലിയൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസിലൊക്കെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് അത് ഒരിക്കലും അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്നതല്ല, ശിക്ഷ കൊടുത്തല്ല ആക്കുന്നത്, പക്വതയിലൂടെ അത് പറയുമ്പോൾ അനുസരിച്ചാൽ അതിന് അനുഗ്രഹമാണ് എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവർ 5000 പുരുഷന്മാരങ്ങിരുന്നു. അവർ ചോദിച്ചില്ല. കാരണം കർത്താവിനൂടെ വന്നപ്പോൾ യേശു എന്തു പറഞ്ഞാലും അത് നടക്കും, അതിൻ്റെ പിൻപിലൊരു ഉദ്ദേശമുണ്ട് എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ പിന്നാലെ ഇവർ വന്നത്. ആ യേശു പോയ പിന്നാലെ ഇവരും കൂടെ ഈ കഷ്ടപ്പെട്ടവിടെ വന്നത് കർത്താവിന് വായിരുന്ന വചനം കേൾക്കുവാനും അവരിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനും വന്ന ജനതയ്ക്ക് അവിടെ ആഹാരമല്ലായിരുന്നു അവർക്ക് ആവശ്യമായിരുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ ആഹാരം കൊടുക്കേണ്ട സമയത്ത് കർത്താവ് നൽകും. അവിടെ ജീവൻ ആവശ്യമായ വചനം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവ് ഭക്തിക്ക് ആവശ്യമായത് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ രണ്ടും കൂടി ദൈവം നൽകുന്ന ദൈവമാണ്. അത് അവിടെ വെളിപ്പെടുത്തി ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവർ പരിധിയായിട്ട് ഇരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇപ്പോൾ മോഡേൺ രീതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ആഹാരമൊക്കെ നിന്ന് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. ബുഫേ സിസ്റ്റമൊക്കെ വന്നു. പല വിവാഹ വിരുന്നുകളിലും പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ കർത്താവ് വന്ന് പഠിപ്പിച്ചത് അത് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. പ്രായമുള്ളവരൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുഫേ ഒന്നും ബുദ്ധിമുട്ടാണ്, എടുത്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം മേശമേലിരുന്ന് ആഹാരം കഴിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ നിലത്തിരുന്ന് കഴിക്കുന്ന രീതി. ഇരുന്ന് ആഹാരം ഭക്ഷണത്തിൽ ഇരുന്ന് വിളമ്പെന്നാണ് ദൈവം കാണിച്ച മാതൃക. അതുകൊണ്ട് കർത്താവ് വെച്ച ഭക്ഷണം
നമ്മളൊരു ഗസ്റ്റാണ്, അതിഥികളാണ്. അപ്പോൾ കർത്താവരെ അവർക്ക് ആദരവ് കൊടുക്കുക, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോ, കൊണ്ടു തിന്നോ, നമുക്കറിയാമല്ലോ. അങ്ങനെ കൊടുക്കുകയല്ല. ദൈവം ഈ വന്ന ആൾക്കാർക്ക് അവരെ ദൈവം ബഹുമാനിക്കുക, ആദരിക്കുക. നന്ദിയായിട്ടിരുന്ന് മാന്യമായ രീതിയിൽ സത്യ ദൈവം ഒരുക്കി കൊടുക്കുക. കാര്യം മനസ്സിലായിരിക്കുന്നു. കുറേ അപ്പം യേശു പ്രാർത്ഥിച്ച് അവിടെ കൂട്ടിയിട്ടിട്ട് എടുത്ത് തിന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെ കടിപിടി കൂട്ടി രീതിയിലെടുക്കുന്ന ഒരു അനുഭവം അല്ല അവിടെ കൊണ്ടുവന്നത്. കർത്താവ് അവിടെ ചെയ്തത്, ഇവിടെ വന്നവർ എല്ലാവർക്കും കിട്ടണം. ആരും ഭക്ഷണമില്ലാതെ പോകരുത്. ഒരു വ്യക്തി പോലും എന്തു ചെയ്യരുത്, തിന്ന് ശേഷിപ്പിക്കാതെ പോകരുത്. ആ ഒരു നിലവാരത്തിലാണ് കർത്താവിടേക്ക് ആഹാരം കൊടുത്തത്. നമ്മളും ആഹാരം കൊടുക്കുമ്പോൾ ആ ഒരു മനോഭാവം ഉണ്ടാവണം. കൊടുക്കുന്നത് വൃത്തിക്കും ഭംഗിയായും അത് വരുന്നവർക്കെല്ലാം ലഭിക്കത്തക്കവണ്ണുള്ള രീതിയിൽ ക്രമീകരിക്കുന്നതാണ് ആതിഥ്യ മര്യാദ. അത് നമ്മളവരെ ബഹുമാനിക്കുക, ഭക്ഷണത്തിരിക്കുന്നവരെ ബഹുമാനിക്കുക. എല്ലാവർക്കും ലഭിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഭർത്തന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അൺറൂളിയായിട്ടുള്ള ഒരു ജനതയുടെ മുമ്പിലാണ് ഈ ഭക്ഷണം വിളമ്പുന്നതെങ്കിൽ അത് എല്ലാവർക്കും ബലഹീനരായിരിക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ ചവിട്ടിമതിക്കപ്പെടും, അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ ഇതാണ് 5000 പുരുഷന്മാർ ഭക്ഷണത്തിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ ദൈവം അവിടെ കണ്ടത്, ഈ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞ ഏകദേശം നമ്മളൊരു 5000 പുരുഷന്മാർ എന്ന് പറയുമ്പം ചുരുങ്ങിയത് ഒരു 3 കൊണ്ട് കൂട്ടിക്കോ, 10-30,000 പേര് അടുത്തെങ്കിലും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അത്രയും ആൾക്കാരെ ആ മരുഭൂമിയിൽ ആ ദേശപ്പുല്ലുള്ള സ്ഥലത്ത് കർത്താവരെ ഇരുത്തി ആഹാരം കൊടുത്തത്, അത് ദൈവം അവരെ ആദരിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ചെയ്യുന്നതെല്ലാം നല്ല മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊരു സദ്യ ഒരുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും കഴിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ അല്ല ചെയ്യേണ്ടത്. വിളിച്ചു വരുത്തുന്നവർക്ക് അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് അവർക്ക് തിന്ന് തൃപ്തരായി പോകത്തക്കൊന്നുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി. അതിനാണ് കർത്താവ് ഈ ബലമുള്ള ആരോഗ്യമുള്ള പുരുഷന്മാരെല്ലാം ആദ്യം ഇരുത്തി. അവരിരുന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ ഇരുത്തിയപ്പോൾ ഇവിടെ പിടിച്ചെടുത്തേണ്ട പോകേണ്ട ആവശ്യമില്ല, ഇടിച്ച് പോകേണ്ട ആവശ്യമില്ല. നിരനിരയായിട്ടിരിക്കുന്നവർക്ക് അവരെ ആദരിക്കപ്പെടുവാൻ വേണ്ടി ഇടയാത്തരണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയായിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെ വന്ന സാധുക്കളായ അവരെ ദൈവം അവരെ ആദരിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയും കുറേ ആഹാരം ഉണ്ടാക്കി അത് വെതറിയിട്ടിട്ട് എടുത്തു എന്ന് പറയുകയല്ല കർത്താവ് ചെയ്തത്. നമുക്കറിയാം, മരുഭൂമിയിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇസ്രായേലിന് ആഹാരം കൊടുത്തപ്പോഴും ദൈവം ചെയ്തത് ശ്രേഷ്ഠമായ ആഹാരമാണ് അവർക്ക് കൊടുത്തത്. ഇവിടെയും എങ്ങനെയെങ്കിലും ഭക്ഷിച്ച് കുറച്ചു നേരം കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്. ദൈവം അത് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് അവർക്ക് മാന്യത കൽപ്പിച്ചാണ് അവരെ അവിടെ തീറ്റിപ്പോറ്റി വിടുവാനായിട്ട് എത്തുന്നത്. രാത്രി സന്ദേശം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാടെ എത്തണം. നാം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന ആൾക്കാർ അവർ എല്ലാവർക്കും ലഭിച്ചെന്നുള്ളതും ആർക്കും കിട്ടാതെ പോയി എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ക്രമീകരണമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് ദൈവം കാണിച്ചെന്ന മാതൃകയാണ്. ഇന്ന് അതിനെയൊക്കെ കാറ്റിപ്പലർത്തി ഇന്ന് പലരും പല രീതിയിലുള്ള കാര്യത്തിലേക്ക് പോകുന്നു, വലിയ ഫാഷൻ രീതിയിലേക്കൊക്കെ പോകുന്നു, ആഡംബരത്തിലേക്ക് പോകുന്നു. അത് മറ്റൊരു രീതിയിൽ ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷേ ഞാൻ എപ്പോഴും കഴിവതും എല്ലാവരോടും പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് ഇരുന്ന് കഴിക്കത്തക്ക രീതിയിൽ പ്രായമുള്ളവർ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് വേണം ചെയ്യാമെന്നുള്ളത് ഞാൻ എഴുതിയ പുസ്തകത്തിലും എഴുതുവാനിടയാത്തത്. അതുകൊണ്ട് കർത്താവ് കാണിച്ച മാതൃക നമ്മൾ അനുവർത്തിക്കണം എന്നുള്ളത് ഞാൻ തന്നെ ഓർപ്പിക്കുന്നത്. ഭക്ഷണത്തിരിക്കുന്നവരെ അവരെ മാന്യരായിട്ട് ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. കർത്താവ് വിളമ്പുന്ന ആളാണോ? ഭക്ഷണത്തിരിക്കുന്നവൻ അവൻ വിലയുള്ളവനാണ് പറഞ്ഞിരിക്കുന്നത്, അവർ ആദരിക്കപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ അവരിരുന്നു. യേശു അപ്പമെടുത്ത് വാഴ്ത്തിയിരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. കർത്താവ് ഇരുന്നവർക്ക് ഈ അപ്പമെടുത്ത് വാഴ്ത്തി കർത്താവ് പ്രാർത്ഥിച്ച് ഈ അപ്പവും 2 മീനും സമൃദ്ധിയാകുവാൻ തുടങ്ങി, വർദ്ധനമുണ്ടാകേണ്ടത്. അത്
കർത്താവിൻ്റെ പ്രാർത്ഥന അവിടുത്തെ ആവശ്യത്തെ നിറവേറ്റുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പിതാവാം ദൈവത്തോട് ചോദിച്ചാൽ അവൻ നൽകും. പിതാവാം ദൈവത്തോട് അന്നത്തെ ആവശ്യം, അവിടുത്തെ ആവശ്യം ഈ മൾട്ടിറ്റ്യൂഡ് ജനസമൂഹത്തിന് ആഹാരം കൊടുക്കാനുള്ളതാണ്. നമ്മുടെ സമ്പന്നായിരിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, അവന് സകലവും കഴിയും. ഇരുന്നവർക്കെല്ലാം പങ്കിട്ട് കൊടുത്തു പറഞ്ഞാൽ വളരെ ഒരു ദിക്കും തിരക്കുമില്ലാതെ എല്ലാം വളരെ ഭംഗിയോടുകൂടി അവിടെ അത് വിളമ്പിക്കൊടുക്കുവാൻ കഴിയാത്തത്. കർത്താവ് പ്രാർത്ഥിച്ചു, അവർക്ക് കൊടുത്തു, അത് വർദ്ധിച്ച് പെരുകുവാൻ തുടങ്ങി, പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീനെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ലഭിക്കുന്ന ഒന്നും നഷ്ടമാക്കി കളയരുത്. ദൈവിക അനുഗ്രഹത്തോടെ ലഭിക്കുന്ന ഒന്നും നിസ്സാരമായി കണക്കാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവനാമത്തിന് വേണ്ടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതൊന്നും അത് പാഴ്ചെലവാക്കി കളയാനുള്ളതല്ല. ഇവിടെ പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ച് കിട്ടിയതുകൊണ്ട് അത് ഒട്ടും നഷ്ടമാക്കരുത്. കാരണം അങ്ങനെയൊരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊരു ദൂർത്തുണ്ടാകാൻ പാടില്ല. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു, നിങ്ങൾ വിചാരിക്കരുത് ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ പോകരുത്, അതുകൊണ്ട് ഇത് ശേഖരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 5 അപ്പവും 2 മീനും ഇത്രയും പേര് തിന്ന് തൃപ്തരായ ശേഷമായി ഈ ബാക്കിയുള്ളത് ഒട്ടും കളയാതെ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒട്ടും നഷ്ടമാക്കാതെ ശേഖരിപ്പീ എന്ന് പറഞ്ഞു. പറയേണ്ടിടത്ത് പറഞ്ഞു കൊടുക്കേണ്ട അത് ഒരു ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒരു കർത്താവിനെ ഗുരുവെന്നും കർത്താവെന്നും നേതാവെന്നും ഒക്കെ പറയുമ്പോൾ അവൻ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. വലിയൊരു ജനക്കൂട്ടം വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്ത് അഭിമുഖീകരിക്കേണ്ടതെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ തിന്ന് തൃപ്തരായ ശേഷമായിട്ട് ഒരു തിന്ന് തൃപ്തരായ ശേഷം കൊണ്ടുപോയി കാണും, അത് നഷ്ടമാക്കാതെ ഉപയോഗിച്ച് കാണും. പക്ഷേ എല്ലാം തിന്ന് തൃപ്തരായ ശേഷമായിട്ട് കർത്താവ് പറഞ്ഞു, ഒന്നും നഷ്ടമാക്കാതെ ശേഖരിച്ചോളാൻ പറഞ്ഞു. ശേഖരിച്ചപ്പോൾ എൻ്റെ അർത്ഥം കർത്താവിനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരതിനെ അവഗണിച്ച് കളയുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം, പ്രാർത്ഥിച്ച് ലഭിക്കുന്നതൊന്നും അവഗണിച്ച് കളയാനുള്ളതല്ല. അത് ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, അത് അനുഗ്രഹമായിട്ടുള്ളതാണ്. അതൊരിക്കലും നാം നഷ്ടമാക്കി കളയാൻ പാടില്ല. പ്രാർത്ഥിച്ച് ലഭിക്കുന്നെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. കാരണം അത് സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ലഭിച്ചതാണ്, ദൈവം അനുഗ്രഹിച്ച് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഒന്നും നഷ്ടമാക്കി കളയുന്നത്. അവർ ശേഖരിച്ചു, 12 കൊട്ട നിറച്ചെടുത്തു. ഇവർ 12 കൊട്ട നിറച്ചെടുത്തു. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 12 കൊട്ട അപ്പം ഒട്ടും നഷ്ടമാക്കാതെ നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ഈ അടയാളം ചെയ്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ലോകത്തിലേക്ക് ഒരു പ്രവാചകൻ വരുമെന്ന് മോശ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ, എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം ഞങ്ങൾക്ക് എഴുന്നേൽപ്പിക്കും. അതുപോലെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. അതെ, മോശ മുഖാന്തരമായി മരുഭൂമിയിലൂടെ പോയ ഇസ്രായേൽ ജനത്തിന് 40 സംവത്സരം മരുഭൂമിയിൽ മന്ന കൊണ്ടവരെ പോഷിപ്പിച്ചെങ്കിൽ യേശു ജനം പറയുക, ഒരു ഓർത്തു, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ കഴിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവനും ഒരു പ്രവാചകനാണ്, ഞങ്ങളെ പോഷിപ്പിക്കാനും കഴിയും, മോശയെപ്പോലൊരു പ്രവാചകനാണെന്നുള്ള ഒരു ചിന്ത അവർ എടുക്കുവാനെത്തുന്നു. അവർക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുവാനെത്തുന്നു. വലിയ പ്രവാചകനാണ് യേശു എന്നുള്ള ധാരണയിലേക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയാത്തത്. ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ അടയാളത്തിൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ ഘോഷിപ്പിച്ചതെന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചല്ലോ. ഇതിനകത്ത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കുവച്ചു.
ഒരു അഭിപ്രായം ആരാഞ്ഞു. ദൈവം ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം എടുത്തിയാടി ചെയ്തില്ല. ഈ ബാലകനെ കഥാന അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവനെ വിളിച്ച് 5 അപ്പം 2 മീനും എടുത്ത് അവർക്ക് കൊടുത്ത് അങ്ങനെയല്ല ചെയ്തത് കർത്താവ്. അവർ എല്ലാവരും അവിടെ കൂട്ടിയുള്ള ഒരു സംയോജിപ്പിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് യേശു ചെയ്തത്. അവരുടെ അഭിപ്രായം തിരക്കി. എന്ത് ചെയ്യണം എന്നവരോട് ചോദിച്ചു. താൻ എന്താ ചെയ്യാൻ പോകുന്നവൻ നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളതും അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളതും കർത്താവ് പഠിപ്പിക്കാനായിട്ട്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി കർത്താവ് അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവരുടെ അഭിപ്രായം ചോദിച്ചു, നമുക്കെന്താ ഇതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ ബാലകനെ അവൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും ദൈവമായ കർത്താവ് അത് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായി എങ്ങനെ അത് ചെയ്യണമെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തു. അവരെ പന്തിപതിയായി ഇരുത്തി തെക്കും തിരക്കും ഉണ്ടാകാതെ, അവിടെ ഒരു പ്രശ്നമുണ്ടാകാതെ എല്ലാവരും വളരെ ശാന്തരായിട്ട് അവിടെ ഇരുന്നപ്പോൾ, ഒരനക്കവുമില്ലാതെ വളരെ ശാന്തരായിട്ടിരിക്കുമ്പോൾ ധാരാളമായി ഇഷ്ടം പോലെ അപ്പവും മീനും അവിടെ വർദ്ധിച്ച് പെരുകുവാനിടയാത്ത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം എടുത്തപ്പോൾ അവിടെ വേണ്ടതായിട്ടുള്ള എല്ലാം കൊടുത്ത ശേഷമായി ഞാൻ വിചാരിക്കുന്നത് 12 ശിഷ്യന്മാർക്കും 12 കൊട്ട, ഓരോ കൊട്ട വെച്ചെടുക്കുവാൻ അവർക്കും ദൈവം കൊടുത്തു. അവർ മടങ്ങിപ്പോകുമ്പോൾ അവർക്കും 12 കൊട്ട തേച്ചെടുക്കുവാൻ കഴിഞ്ഞു. ഒന്നാമത്തെ അത്ഭുത ആയ അപ്പത്തെ ആക്കുമ്പോൾ ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള 12 ഗോത്രങ്ങളുള്ള ബന്ധത്തിൽ 12 കൊട്ടകൾ 12 ശിഷ്യന്മാരുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് മറ്റൊരു അടയാളം കൂടി കർത്താവ് ചെയ്തു. അത് മത്തായി മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 12 ശിഷ്യന്മാർക്കും 12 കൊട്ട അപ്പം ഒന്നും നഷ്ടപ്പെടുത്തി പോകാതെ അത് കരുതുവാൻ സ്വർഗം നൽകുന്നത് എപ്പോഴും തികവുള്ള ശുശ്രൂഷയാണ് നൽകുന്നത്. 10 കൊട്ടയായില്ലല്ലോ, 9 കൊട്ട കിട്ടിയില്ലല്ലോ, 11 കൊട്ടയല്ലല്ലോ, 12 കൊട്ടയെ നിറച്ചെടുക്കോടെ തന്നു. യേശുവിനോട് കൂടിയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ലഭിക്കേണ്ട സമയത്ത് നമ്മുടെ കൊട്ടകൾ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അവിടെ 200 കാശിന് തികയത്തില്ല എന്ന് പറഞ്ഞ ഫിലിപ്പോസിൻ്റെ കൈവശവും ഒരു കൊട്ട അപ്പം ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. ആ ബാലകനെ കണ്ടെത്തിയ അന്ത്രയോസിൻ്റെ പക്കലും ഒരു കൊട്ട അപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവനോട് കൂടെ നിന്ന തൻ്റെ സകല ശിഷ്യന്മാർക്കും ഓരോ കൊട്ട അപ്പം കൊടുത്തതുപോലെ കർത്താവിനോട് കൂടെ നിന്നാൽ അവൻ നമുക്ക് വേണ്ടതൊക്കെ തക്ക സമയത്ത് നൽകും. നാം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത്, എങ്ങനെ ഇതെത്രത്തോളം അത് മതിയാകിയില്ല എന്ന് പറയുന്നിടത്ത് നാം കാണുന്നത് വലിയൊരു ജനം, വലിയൊരു കൂട്ടം ആൾക്കാർ ഭക്ഷിച്ച് തിന്ന് തൃപ്തരായ ശേഷം പോകുമ്പോൾ ആ ശുശ്രൂഷ ചെയ്ത അവൻ്റെ ശിഷ്യന്മാരെ യേശു മറന്നു കളഞ്ഞില്ല. അവിടെ 7 കൊട്ട, അവിടെ 12 കൊട്ട നിറച്ചെടുക്കുവാൻ കഴിയാത്തത്. തുറന്നുള്ള ഭാഗങ്ങൾ 7 കൊട്ടയുണ്ട്. അത് അതിനോടുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. ഇവിടെ കാണുന്നത് കർത്താവ് 12 കൊട്ടയും നിറച്ചെടുത്ത് ശിഷ്യന്മാർക്ക് ഓരോരുത്തരുടെയും ഭാഗത്ത് ഓരോ കൊട്ടയോട് നിൽക്കുക. ഇവിടെ എന്തായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്? ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ മറിഞ്ഞിരുന്ന ആ 5 ജവത്തപ്പവും 2 മീനും ആ ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അത് അനേകർക്ക് വർധനവിനും തിന്ന് ശേഷിപ്പിക്കുന്നതിന് കാരണമായി തീരുകയും തൻ്റെ ശിഷ്യന്മാർക്ക് ഓരോ കൊട്ട നിറച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം അതിനെ വർദ്ധിപ്പിച്ചെങ്കിൽ നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രിയിൽ നമുക്കുള്ള ചെറിയ കാര്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കഴിവിത്രയേ ഉള്ളൂ. കർത്താവേ, എൻ്റെ കഴിവിത്രയേ ഉള്ളൂ, എനിക്കിത്രയൊക്കെ ചെയ്യത്തുള്ളൂ. ഇതെന്തുള്ളൂ കർത്താവിനെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയും, തിന്ന് ശേഷിപ്പിക്കുക മാത്രമല്ല, ശേഖരിക്കത്തക്കവണ്ണം വലിയ കൂമ്പാരമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യാം. രാത്രിയിൽ ദൈവജന പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഉയരത്തിലേക്ക് നോക്കി പറയാം, കർത്താവേ, അങ്ങേക്ക് സകലവും കഴിയും. ഞാനിന്ന് രാവിലെ സമയം
കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പാട്ടിടയാത്തത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അവരെത്ര ഭാഗ്യമുള്ളവരാണ്, അത്രയധികം ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവനോട് ചേർന്ന് നടക്കുവാൻ ഭാഗ്യം ലഭിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവർ യേശുവിൻ്റെ കൂടെ നടന്നു, അവൻ്റെ പരീക്ഷകളിൽ കൂടെ നിൽക്കുവാൻ തീർന്നു. നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിലും കർത്താവിൻ്റെ മധ്യാകാശ വരവിലും രണ്ടാമത്തെ വരവിലും ഒക്കെ പങ്കാളികളായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. നമുക്ക് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ പങ്കാളിത്തം ഉണ്ടാകാൻ സാധിച്ചില്ല. എന്നാൽ മഹിമ കണ്ട സാക്ഷികളായിരിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഒന്നാമത്തെ വരവിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ. നമുക്ക് ഈ ദിവസങ്ങളിൽ നാം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവ് ഒന്നാമത്തെ വരവിൽ വന്നപ്പോൾ അവൻ ചെയ്ത അത്ഭുത അടയാളങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് പങ്കാളികളായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവൻ്റെ ശരീരമാകുന്ന അപ്പവും അവൻ്റെ ജീവനാകുന്ന രക്തവും നമുക്ക് വേണ്ടി വിറ്റ് തന്നപ്പോൾ അതിൻ്റെ ഭാഗമായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. അതേക്കുറിച്ചാണ് തുറന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് യോഹന്നാനോട് സംസാരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ദൈവം ചിന്തിക്കും. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിനോട് കൂടെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ശൂന്യതയല്ല വരാൻ പോകുന്നത്. നിശ്ചയമായിട്ട് നിറയ്ക്കേണ്ട സമയത്ത് അവൻ നിറയ്ക്കും. 200 കാശിന് എന്തുള്ളൂ, അത് തികയത്തില്ല എന്ന ഫിലിപ്പോസിൻ്റെ സംസാരവും. അന്ത്രയോസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അത് എന്ത് തികയത്തില്ല, അതും സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് അത് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടായി. അത് വലിയൊരു അനുഗ്രഹമായി തീർന്ന് ശേഷിച്ച 12 കൊട്ട നിറച്ചെടുക്കുവാനിടയിൽ തീർന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന് സകലവും കഴിയും. അതേ ഈ വർഷം, അതേ ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒന്നിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.